ഹായ് ഗായ്സ്, വെൽക്കം ടു സിംസ് ബക്കറ്റ് ലിസ്റ്റ്. എല്ലാവരോടും ബിഗ് സോറി ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഡിലേ ആയിപ്പോയി തേർഡ് വ്ളോഗ്, മസ്കറ്റ് വീഡിയോൻ്റെ വ്ളോഗ് ചെയ്യാനായിട്ട്. ഐ എം റിയലി സോറി. കുറച്ചധികം തിരക്കുകളിൽ ഞാൻ പെട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മളുടെ മസ്കറ്റ് യാത്രകളിലെ അവസാനത്തെ വീഡിയോ ആണ്. അങ്ങനെ നമ്മളുടെ സിംസ് ബക്കറ്റ് ലിസ്റ്റിൽ വീണ്ടും മസ്കറ്റ് യാത്ര നമുക്ക് തുടരാം. അപ്പം ഇന്ന് ഞാനും എൻ്റെ കസിനും വൈഫും ഞങ്ങൾ മൂന്നാളും കൂടി പോകുന്നത് നിസ്വ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നിസ്വയിൽ ഒരു ഫോർട്ടുണ്ട്, അത് കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ആദ്യം ഞാൻ എഴുതി കാണിച്ചിരുന്നു, മോൾ ഓഫ് ഒമാൻ കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മസ്കറ്റ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിറ്റി ലിമിറ്റ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് മുഴുവൻ നിറയെ മലനിരകളാണ്. അതേപോലെ നോക്കൂ, ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലെ രണ്ട് സൈഡിലും കൊച്ചു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് വളർന്നു വരുമ്പോൾ ഇങ്ങനെ പന്തലിച്ച് നിൽക്കും, നല്ല ഭംഗിയായിരിക്കുമേ. അതേപോലെ ഇപ്പോൾ ഈ കാണുന്ന കവാടങ്ങൾ കണ്ടോ, ഇങ്ങനെ കുറേ കവാടങ്ങളുണ്ട് ഒമാനിൽ. ഇതിനൊക്കെ ഓരോ ഗേറ്റ്സ് ആണ്, നമ്മുടെ എന്താ പറയുക, ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓരോ ഗേറ്റുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിസ്വ ഫോർട്ടിൽ എത്തിച്ചേർന്നു. അപ്പോൾ നിസ്വ ഫോർട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ കുറേ കൊച്ചു കൊച്ചു ഷോപ്സ് ഉണ്ട്. അവിടെ മുഴുവൻ അവരുടെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ കുറേ പോട്രി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ ആദ്യം തന്നെ അതിനൊക്കെ ഷോപ്പിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നേരെ പോകും. സോ സ്ട്രെയിറ്റ് അവേ നമ്മൾ ഫോർട്ടിനകത്തോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നിൽക്കുകയാണ്. നല്ല പൊരി വെയിലാണ്. ഈ കാണുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ് ഒമാൻ്റെ. അത് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. സാധാരണ എപ്പോഴും അത് ഉണ്ടാവില്ല, പക്ഷെ അന്ന് ആ സമയത്ത് അത് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഡാൻസ്. അതേപോലെ ഈ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത് അവരുടെ ട്രഡീഷണൽ കുറച്ച് ഐറ്റംസൊക്കെയാണ്. മെയിനായിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിഷറിയാണ്. കാരണം നമ്മൾ ഈ ഫോർട്ടിൽ കയറി ചൂടെടുക്കുമല്ലോ, അപ്പം അവരുടെ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് വിഷറിയാണ്. ചൂരലുകൊണ്ടോ എന്തോ സാധനം കൊണ്ട് നെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇനി ഫോർട്ടിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ വീതി കുറഞ്ഞ ഒരു സ്റ്റെയേഴ്സാണത്. അപ്പോൾ എൻ്റെ കസിൻ എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ് പുറകുന്ന്. അല്ലാതെ നിർവാഹമില്ല, അതിനുള്ളിലൂടെ നടക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ കയറാൻ. അങ്ങനെ ഫോർട്ടിന് മുകളിലെത്തി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. എന്ത് വെയിലാണെങ്കിലും ശരി, മുകളിലേക്ക് അങ്ങ് വെച്ചടിച്ച് കയറാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ച് കയറുകയാണ് കേട്ടോ. നല്ല കരിഞ്ഞു പോണ വെയിലാണ്, പക്ഷെ ആ വ്യൂ ഒന്ന് കാണണം, എനിക്ക് മിസ് ചെയ്യണ്ടെന്നുണ്ടായിരുന്നു. മൊറീഷ്യസ് പോയപ്പോൾ അതിലും ഞാൻ ഇതേപോലെ ആ വീഡിയോയിൽ ഇട്ടിരുന്നു, ഇതേപോലെ ഒരു ഫോർട്ടിൻ്റെ മുകളിൽ കയറിയത്. അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ്. ഒമാൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെസേർട്ട്സ് കാണുന്നതിന് പകരം ചുറ്റും കാണുന്നത് മലകളാണ്. അപ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് അതിന്. അത് കഴിഞ്ഞ് അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അവരുടെ ട്രഡീഷണൽ ജ്വല്ലറിയാണ് കാണുന്നത്. ഫുൾ സിൽവറിലൊക്കെ ഉള്ള, ഇപ്പം നമ്മൾ എത്ര പൈസ കൊടുത്താലും ഇങ്ങനത്തെയൊക്കെ ഓരോന്നും വാങ്ങുന്നത്. അങ്ങനത്തെ ജ്വല്ലറി, അതേപോലെ അവരുടെ പാത്രങ്ങളൊക്കെ കണ്ടോ, അവരുടെ പ്രത്യേക തരം പാത്രങ്ങൾ, ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അവരുടെ ഡൈ ചെയ്യുന്ന സ്ഥലമാണ്. ക്ലോത്ത്സിലൊക്കെ നമ്മൾ ഡൈ ചെയ്യില്ലേ, അങ്ങനെ ഡൈ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പടങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇൻഡിഗോ വെച്ച് ഡൈ ചെയ്യുന്നത്. അതേപോലെ ഈ കാണുന്ന കപ്പലുണ്ടാക്കുന്നതാണ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള പായ്ക്കപ്പലിൻ്റെ പടമാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ നിന്ന് പോട്ട്സ് ഉണ്ടാക്കി വെക്കുകയാണ്. ക്ലേയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ വന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡുണ്ട്, ദോശ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അതാണ് ആ സ്ത്രീകൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കഫേയിലോട്ട് കയറി. കഫേയിൽ കയറി കഴിഞ്ഞപ്പം അവിടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റും കുറേ സുവനിയേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഞാൻ പെറുക്കിയെടുത്ത് ഒന്ന് വാങ്ങാനൊക്കെ നോക്കി. നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഈ ടൂറിസ്റ്റ് പ്ലേസസിൽ നല്ല വിലയായിരിക്കും എല്ലാത്തിനും. അതേപോലെ ഈ പോട്ടറീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാങ്ങാൻ തോന്നും കേട്ടോ. ഇത് നിസ്വ സൂക്കാണ്. ഫുള്ളും അവിടെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. എനിക്ക് സാധാരണ നമ്മളൊരു ഗൾഫ് കൺട്രിയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഫീലല്ല ഒമാനിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടായത്. ഭയങ്കര ഒരു
ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഒരുപാട് ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നത് പോലെയും എനിക്ക് തോന്നി. അത് ഇപ്പോൾ കണ്ടില്ലേ, ആ പോട്ട്സിൻ്റെയൊക്കെ ആ ഒരു ലുക്കൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. എനിക്കെല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷേ എങ്ങനെയാണ് കൊണ്ടുവരിക, അതുകൊണ്ട് അത് അവിടെ ഉപേക്ഷിച്ച് അടുത്ത യാത്രയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഒരു കവാടം. അങ്ങനെ എൻ്റെ കസിൻ ഇരുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചൊരു ലെവലായി കേട്ടോ. പാവം കുറേ ആയി എന്നെയും കൊണ്ട് കറങ്ങുന്നു. പോകുന്ന വഴിയിൽ മുഴുവൻ ഇങ്ങനത്തെ മലനിരകളാണ്. അപ്പം ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഈ മലകൾ കാണുമ്പോൾ എനിക്ക് ഗ്രാൻഡ് കനിയൻസ് ആണ് ഓർമ്മ വരുന്നത്. എന്തിനാണ് വെറുതെ ഗ്രാൻഡ് കനിയൻസ് കാണാനായിട്ട് US വരെ പോകുന്നത്, ഈ ഒമാൻ വരെ വന്നാൽ പോരെ, ഇഷ്ടംപോലെ മല കാണാമല്ലോ എന്ന്. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ലഞ്ചിനായിട്ട് പോയത് 1947 എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അനന്തപുരി എന്ന് പറയുന്ന മസ്കറ്റിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ അതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് 1947 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഏതായാലും അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഫുള്ളും അന്ന് നമ്മൾ ഫുൾ കേരളം മാത്രമുള്ളായിരുന്നു അനന്തപുരിയിൽ കണ്ടത്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ ഫുള്ളും ഇന്ത്യൻ ലീഡേഴ്സായിരുന്നു. അതേപോലെ നല്ല സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. വീണ്ടും ഒമാനിലെ ഗ്രാൻഡ് കനിയൻസ് നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കക്കാർ കേൾക്കണ്ട, എൻ്റെ ചീട്ട് കീറും കേട്ടോ. അല്ല, സീരിയസ്ലി നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മലകൾ കാണാൻ കേട്ടോ. നമ്മൾ പടങ്ങളിലൊക്കെ അല്ലേ കാണാറ് ഇതുപോലെ ഇത്രയും അധികം മലയുടെ ഇടയിൽ കൂടെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ കാണുന്ന യൂഷ്വൽ ഒരു ഫീലിംഗ് അല്ല നമുക്കവിടെ കിട്ടുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വാഡി ഡൈക്ക ഡാമിലേക്കാണ്. വാഡി എന്ന് പറയുന്നത് ഇങ്ങനെ അവിടെ നിറയെ ഇങ്ങനെ കുഴി പോലെ ആയിട്ട് അതിൽ ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്ത് നിൽക്കുന്നതിനാണ് വാഡി എന്ന് പറയുന്നത്. അങ്ങനെ നിറയെ വാഡീസ് ഉണ്ട് അവിടെ. ചില വാഡിയിൽ വെള്ളം നിറഞ്ഞ് ഫ്ലഡ് ഉണ്ടായിട്ട് അവിടെ പല ഉയർന്ന നിരക്കിൽ മരണനിരക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ഏതോ ഒരു വർഷം എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളിതാ വാഡി ഡൈക്ക ഡാമിലേക്ക് എത്തിച്ചേർന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ആ സിനിക് ബ്യൂട്ടിയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഡാമിനകത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അവിടെ നിർത്തിയതാണ്. പക്ഷേ എനിക്കവിടെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ആ കളർ കോമ്പിനേഷൻ വാസ് റിയലി ഗുഡ്. അതായത് ആ ഒരു മണ്ണിൻ്റെ കളറിൻ്റെ കൂടെ ആ ഒരു ബ്ലൂയിഷ് ടിഞ്ച് ആ വെള്ളത്തിൻ്റെ കളറും കൂടെ വന്നപ്പോൾ വല്ലാത്തൊരു ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ട് അവിടെ എല്ലാം കാണാൻ. വളരെ വെൽ മെയിൻറ്റെയിൻഡുമാണ്. ഞാൻ അവിടെ എല്ലാം നടന്ന് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്, വീഡിയോ കസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു കൊച്ചു ഏരിയ ഉണ്ട്, നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ടൊരു
കൂടാരം പോലെയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അടിയിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഫേ ഉണ്ട്. അവിടെ അത്യാവശ്യം സ്നാക്സൊക്കെ കിട്ടും തോന്നുന്നു. പക്ഷെ അന്ന് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു. ഏതായാലും വെയിൽ കൊണ്ട് മടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിടാൻ തീരുമാനിച്ചു. ഫൈനലി ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിലാണ്. അങ്ങനെ ദാ ഗൈസ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന എവിടെയാണെന്ന് കണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതൊരു വല്ലാത്ത സർപ്രൈസ് ആയിരുന്നു എനിക്ക് കേട്ടോ. എൻ്റെ കസിൻ നേരെ വണ്ടി അതിൻ്റെ മുന്നിലാണ് ചവിട്ടിയത്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, വീഡിയോസ് ക്ലിക്ക് ചെയ്യുക ഒക്കെ അവിടെ ഞങ്ങൾ നിർത്തിയെടുത്തു. അങ്ങനെതാ ഞങ്ങൾ മസ്കറ്റ് നഗരമാണ്. ഈ മലനിരയിൽ കൂടെ വരുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മസ്കറ്റ്. വെള്ള കളറിലെ ബിൽഡിങ്സ് കാണുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. കുറച്ച് സമയത്ത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വീട്ടിൽ എത്തിച്ചേരും. അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനായിട്ട് ലിവിങ് റൂമിൽ വന്നിരുന്നപ്പോൾ സിംബ ആകെ സങ്കടത്തിലാണ്. സിംബ എന്തിനാ സങ്കടം? ഇവിടെ അച്ഛയുണ്ട്, അമ്മയുണ്ട്, ദേവചേച്ചി വരും ഇല്ലേ? ദേവചേച്ചി വരില്ലേ? ഡിസംബറിൽ ദേവചേച്ചി വരും. അന്ന് ഒക്കെ ഇട്ടേക്കടെ നോക്ക്, സാഡായിട്ട്. സിംബാട്ടി ഇവിടെ നോക്ക്, മാമീനെ നോക്ക്, തല തിരിക്കേ, പെണങ്ങല്ലേ? മാമിക്ക് പോണ്ടേ? മാമിക്ക് പോണ്ടേ കുട്ടാ? ഒരു ഉമ്മാന്ന് മാമിക്ക് തരാലോ കിസ്. ഗുഡ് ബൈ ആയിട്ടിരിക്കണം കേട്ടാ. ഞാൻ പോണേൻ്റെ സങ്കടമാണ് ഗൈസ്. കണ്ടോ, പാവല്ലേ? പാവം തളർന്ന് എൻ്റെ മടിയിലേക്ക് കിടപ്പായി. ഇത്രയും ദിവസം അവന് ഞാനായിരുന്നു കൂട്ട്. അവർ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു ഞാനും സിംബയും. അങ്ങനെ നമ്മളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. സോ നിങ്ങൾക്കെല്ലാവർക്കും മസ്കറ്റ് വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Tata, bye bye and take care guys. See you soon.